الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തിലെ എല്ലാ ഭാഗത്തിലും അള്ളാഹുരെ സൂക്ഷിച്ചിട്ട് ജീവനാക്കുന്നു ചൊന്തു ಸ್ವಂತ ನಫ್ಸರೆ ಮರ್ಕಂಟೆ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕ್ಯಂಟುಲ್ಲ ವಸೀಯತ್ ಹಾಕ್ಯಂಟುಲ್ಲ മരിക്കുന്നവർത്തോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭയപ്പെട്ട് ജീവനാക്കടെ യഥാർത്ഥ മുത്തഖിമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സത്യവിശ്വാസിമാരെ, ഞങ്ങൾ എടുക്കുന്ന ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായിട്ടിക്കറ് അസ്വല, അതായത് നിസ്കാര ചൊല്ലത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാടി തരുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ട് സ്വല്ലി ഖായിമൻ ഫഇൻ ലം തസ്തഇ ഫഖാഇദൻ ഫഇൻ ലം തസ്തഇ ഫഅലാ ജംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, സ്വല്ലി ഖായിമൻ, നീ നിന്റെ നിസ്കരി. ഫഇൻ ലം തസ്തഇ ഫഖാഇദൻ, നിനക്കതൊക്കെ സാധ്യമാവില്ലേ ദച്ചിട്ട് നിസ്കരി. ഫഇൻ ലം തസ്തഇ ഫഅലാ ജംബി, അതുക്കും സാധ്യമാവില്ലേ ഉറങ്ങിട്ടെങ്കിലും നീ നിസ്കരിക്കും ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നീ ഏത് സ്ഥിതിയിലെങ്കും നിക്ക് എങ്ങനെ സാധ്യമാവും അങ്ങനെ നീ നിസ്കരിക്കും ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം കാര്യത്തിൽ 5 കാര്യങ്ങളുണ്ട്. ഒന്ന് അശ്ശഹാദ, ഷഹാദത്ത് കലിമ ചൊല്ലുന്നു ഞങ്ങൾ എല്ലാവരും മുസ്ലിമായേക. രണ്ടാമത്തേത് ഈ നിസ്കാര ചൊല്ലത്. മൂന്നാമത്തേത് സക്കാത്ത് ചൊല്ലത്. സക്കാത്തിൽ അതിൽ സമ്പത്തുണ്ടെന്ന് മാത്രമേ അതിൽ കണക്കാക്കിയിട്ട് കൊടുക്കൂല്ലത്. സക്കാത്തിന് ഗണയത്തെങ്കിൽ മാത്രമേ അത് കൊടുക്കൂല്ലത്. അല്ലെണ്ടെങ്കിൽ ഇന്നൊരുത്തരുടെ കയ്യിൽ കടമെടുത്തിട്ട് സക്കാത്ത് കൊടുക്കും ഇസ്ലാം ചൊല്ലില്ല. അതേപോലെ നാലാമത്തെ കാര്യം നോമ്പായെങ്കും സാന്തങ്ങനെ
നോമ്പുലു അള്ളാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു ചൊന്നട യാത്ര പോണ്ടെങ്ക് മറിയില്ല അല്ലെങ്കിൽ രോഗിയായെങ്ക് അങ്ക് അപ്പ എലവുണ്ടോ അങ്ങ് അതിന് പിന്നെ വീഡിങ് മയ്യാവും ಇನ್ನೊಂದು ರಮಲಾನ್ ಬಂಡೇക്ക് മുന്നോല് വീഡിങ് മയ്യാവും അതേപോലെ ഹജ്ജിലെ കാര്യത്തെണ്ടെങ്കും ആരോഗ്യം സമ്പത്തുള്ള ഒരു മനുഷ്യങ്കു ആ ഹജ്ജാക്കു നിർബന്ധമെത്തിക്കുന്നു അതല്ല ഒത്തന്റെ പൈസ ഇല്ല എന്നൊത്തന്റെ ഭേങ്ങി പിടിച്ചിട്ട് ഹജ്ജാക്കു ഇസ്ലാം ചൊല്ലില്ല. അപ്പൊ ഇത്ര നാല് ബാക്കി കാര്യത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ എല്ലവു തന്നെ ഉണ്ടെങ്കിൽ നിസ്കാര ചൊല്ല ഇബാദത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട് ഇങ്ങനെ എത്തിക്കറ് നിന്ത് നിസ്കരി നിനക്കത് സാധ്യാവില്ലേ ദച്ച് നിസ്കരി അതും സാധ്യാവില്ലേ വറങ്ങിട്ടെങ്കിൽ നിസ്കരിക്കും. കാരണം അത് ഏതു കാരണത്തിലും ഉപേക്ഷിക്കുള്ളതല്ല. സ്വലാത്തുൽ ഖൗഫ് ചൊന്തു ഭയത്തെ സമയത്തിൽ പോലും യുദ്ധം നടക്കുന്ന സമയത്തിൽ പോലും ഒരു ഇമാമുടെ ആയെങ്കിൽ ഒരു ഇമാമുടെ പിറത്തും അല്ലെങ്കിൽ ഈ ഒരു ഇമാമുടെ പിറ സാധ്യമില്ല വേറൊരു ഇമാമുടെ പിറത്തു എന്നെങ്കിലും അവിടെ നിസ്കരിക്കണം. ആ നിസ്കാരത്തുക്ക് ഒരു രൂപത്തിലുള്ള ഇളവ് ഇസ്ലാം നമുക്ക് തന്നില്ല ചൊന്തയ്ത്തിക്കറ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്നാമത്തേത്. കാരണം നാളെ ആഖിറത്തിൽ ഒന്നാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു കേൾക്കുന്ന നിസ്കാരത്തെ വിഷയത്തായിട്ടിരിക്കുന്നത് ഇബാദത്തിൽ ഏറ്റവും അഫ്ളലായത്. കാരണം ആ നിസ്കാരത്തിൽ ഒരു ഭാഗമുണ്ട് സുജൂദ് ചൊല്ലത്. ഒരു അടിമം അവന്റെ റബ്ബും ഏറെ മുട്ട അവിടെ നേരമായിത്തിക്കറ് ആ സുജൂദ് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5 വക്തിലെ നിസ്കാര ഫർലായ നിസ്കാരത്തുക്ക് യാതൊരു രൂപത്തിലുള്ള ഇളവ് ഇസ്ലാം ഞങ്ങൾക്ക് തന്നില്ല ചൊന്തയ്ത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കില്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനില് സൂറത്ത് മുഅ്മിനൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിലെ ചൊല്ല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങ വിജയിച്ചോറും സത്യവിശ്വാസിങ്ങ ഗന്തിയോറും അത് ഗന്ധ്യത് ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ചൊല്ലേ ആരാ മുഅ്മിനീങ്ങ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അങ്ങനെ നിസ്കാരത്തില് ഖാശിഊൻ ഖുശൂ ഉള്ളങ്ങ ഭയഭക്തി ഉള്ളങ്ങ അല്ലേ. ನಾನು 5 വക്ത് നിസ്കരിക്കുന്ന ചൊന്നെങ്കും വയ്യാവില്ല ബദലായിട്ട് ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തില് ഭയഭക്തി ഉണ്ടാന്ന് നോക്കണം. അത് ചൊല്ലെ നാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ വിഷയ പരിശോധന ആക്കണം. കാരണം അള്ളാഹു എടുക്കുന്ന ഇബാദത്ത് ഒരു യാന്ത്രികമായിട്ട് എടുക്കുകയുള്ളതല്ല. ഞങ്ങൾക്കൊണ്ട് ഒരു മിഷൻ ഒരു സാമനിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കരുത്. അതേപോലെ അല്ല അള്ളാഹു എടുക്കുന്ന ഇബാദത്ത് 5 വക്ത് നിസ്കരിക്കുന്നത് ശരി എന്നിട്ടെങ്കിൽ ആ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാ അത് എങ്ങനെ ഇട്ടിക്കറ് അതിനെ ശാന്തത പാലിച്ചിട്ട് ഞാൻ നിസ്കരിച്ചോണ്ടല്ലേ അതായിട്ടിക്കറ് കേൾക്കൂല്ലത്. അതായിട്ടിക്കറ് അലി റളിയല്ലാഹു അൻഹു ചൊല്ലാ പലക്കൈത്തിക്കറ് നീ എത്ര ഇബാദത്ത് എടുത്തല്ല ഉള്ളത് അത് അള്ളാഹു നിന്നിൽ നിന്ന് സ്വീകരിക്കണം. ഞാൻ 5 വക്ത് നിസ്കരിച്ച ആ നിസ്കാരം എങ്ങനെ ഉണ്ട് ചൊന്തല്ലേ പരിശോധന ഞങ്ങൾക്ക് വീണു. അതുകൊണ്ടല്ലേ ഖുർആൻ ചൊന്നേ ഫവൈലുൽ ലിൽ മുസല്ലീൻ നിസ്കരിച്ചെങ്ക് വിനാശമുണ്ട് നിസ്കരിച്ചെങ്ക് നരകമുണ്ട് ചൊന്ത് ഖുർആൻ. എങ്ങനത്തെ നിസ്കാര അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അങ്ങനെ നിസ്കാരത്തിലങ്ങ അശ്രദ്ധ കാട്ടിയോറും അങ്ങനെ നിസ്കാരത്തിലങ്ങ ഖുശൂ ഇല്ലാണ്ട് നിസ്കരിച്ചോറും ഗഫലത്തിൽ നിസ്കരിച്ചോറും അല്ലെ. ഇങ്ങനത്തെ നിസ്കരിച്ച ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ വിനാശമുണ്ട്. അങ്ങ് കൃത്യമായിട്ട് 5 വക്ത് നിസ്കരിക്കാനായിട്ടിക്കോറും എന്നെങ്കിലും അങ്ങനെ നിസ്കാരത്തില് എന്തില്ല ഖുശൂ ഇല്ല. ഏതെങ്കിലും ഒരു ഞങ്ങളെ ദുനിയാവുടെ കാര്യം സാധിക്കുകയായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്റ്ററെ മുട്ടമ്മ ഒരു അധികാര മുട്ടമ്മ ഞങ്ങൾ പോയിട്ട് ആ അധികാര മുട്ട ഞങ്ങൾ നിന്നുണ്ടെങ്കിൽ ആ ഞങ്ങൾ കൊടുത്ത ആ ഒരു വിഷയത്തെ അവൻ ആക്കി തരുന്നു. എത്ര റെസ്പെക്ടോട് കൂടി ആ അധികാര മുന്നോലും ആ മിനിസ്റ്റർ മുന്നോലും ഞങ്ങൾ നിൽക്കുന്ന സഹോദരന്മാരെ നക്കൊരു ബിസിയാവണം. അതുകൊണ്ട് നിങ്ങളെ മുന്നിൽ ಬಂದರೆ അപ്പൊ ഞങ്ങൾ ഇടീ മൈൻഡ് ആ മിനിസ്റ്ററുടെ മേലായിട്ടിക്കുള്ളത് അല്ലെങ്കിൽ ആ അധികാരുടെ മേലായിട്ടിക്കുള്ളത് ഞങ്ങളെ മൈൻഡ് അപ്പറിപ്പറ പോണില്ല. കാരണം ഇപ്പൊ നക്കുല്ല ആ വിഷയം നക്കായിട്ട് കിട്ടണം. അത്ര റെസ്പെക്ടോട് കൂടി വിനയത്തോടു കൂടി ആ അധികാരുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുക. എന്നെങ്കിലും ഞങ്ങളെ ഉമ്മയുടെ ബൈത്തിൽ വെച്ചിട്ട് ഈ സമയത്തോളം ഞങ്ങളെ പഠിച്ച് ഞങ്ങൾക്ക് ബേനായ ദുനിയാവിലെ എല്ലാ വ്യവസ്ഥയ്ക്ക് തന്നെ ആകാശഭൂമിയുടെ പഠിച്ച്
അതെ വലിയ കടലുകളെ സൃഷ്ടിയാക്കി, അതിലുള്ള ദൈത്യഗാത്രത്തെ മീനുകളെ സൃഷ്ടിയാക്കി, സൂര്യത്യം ചന്ദ്രത്യം നക്ഷത്രം സൃഷ്ടിയാക്കി, ഞങ്ങൾക്ക് ബേനായ ശ്വസനവായു തന്നെ ആ അള്ളാഹുടെ മുന്നിൽ നിൽക്കുമ്പോ അതെ അള്ളാഹു ചൊല്ലേ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അങ്ങനെ നിസ്കാരത്തിൽ അങ്ങ് ഭയഭക്തി പാലിച്ചോറു അങ്ങനത്തെ മുഅ്മിനീങ്ങ ഗന്തിയൊരു ചൊന്ത അള്ളാഹു സുബ്ഹാനഹു തആല. അങ്ങനത്തെ അങ്ങ് പേര് കേട്ട് 5 വക്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ലാണ്ടായിട്ടിക്കറ്. കാരണം മുനാഫിക്കീങ്ങളെ നിസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തണ്ട, ഞങ്ങൾ പരിശോധന ആക്കണം. ആ മുനാഫിക്കിനെ പോലത്തെ നിസ്കാരമൈത്തിക്കറ നന്റെ നിസ്കാര ചൊന്തോ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഹും വഇദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു ഖുസാല. അല്ലാഹു ചൊല്ലേ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, നിശ്ചയമായിട്ടും കപട വിശ്വാസിങ്ങ അള്ളാഹുടെ വഞ്ചനാക്കുക നോക്കിക്കൊണ്ടുള്ളോറും അള്ളാഹുടെ അങ്ങ വഞ്ചനാക്കുക നോക്കിക്കൊണ്ടുള്ളോറും എന്തല്ല ചൊല്ലേ വഹുവ ഖാദിഉഹും, അങ്ങ് അള്ളാഹുടെ വഞ്ചനാക്കരല്ല, അങ്ങ് സ്വയം അങ്ങലമേ വഞ്ചനാക്കൊണ്ടില്ലേ, അങ്ങ് അങ്ങലമേ വഞ്ചനാക്കൊണ്ടില്ലേ. ഈ മുനാഫിക്കീങ്ങളെ വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. കാരണം ഇങ്ങ വലിയ അപകടകാരിമായ ആൾമാരായിട്ടിക്കണോറും ഇങ്ങ ഇന്നും സമൂഹത്തിലുള്ളവരും ഖിയാമത്ത് നാൾ തോലിക്കണോರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്നോರು അല്ലേ. ನಾನು ಮುಸ್ಲಿಂ ಆಯ್ತು ಅಂತ ಆಕ್ಟಿಂಗ್ ಹಾಕಿದಂಗ ವಾಸ್ತವದಲ್ಲಿ ಆ ಈಮಾನ್ ಅಂಗಲೆ ಕಲ್ಬುಲಿಲ್ಲ, ಆ ಈಮಾನ್ ಅಂಗಲೆ ಮನಸ್ಸಿಲಿಲ್ಲ. അങ്ങനത്തെ ഉള്ള ആൾമാരെ വിഷയത്തിൽ അല്ലാഹു പഠിപ്പത്തന്നെ വഇദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു ഖുസാല, അങ്ങ് നിസ്കരിക്കുക ಬಂದವರು ഈ മുനാഫിക്ക് ഇങ്ങ നിസ്കരിക്കുക ಬಂದವರು ഖാമു ഖുസാല, ഉദാസീന പിടിച്ച ആൾമാരായിട്ട്. ഇതൊന്നും എപ്പ കൈകെട്ടിങ് എപ്പ ഇതൊന്നും തീരെ ചൊന്തുള്ള മനസ്ഥിതി ആയിട്ട് ഈ മുനാഫിക്കില്ലേ. കാരണം അങ്ക് തങ്ങളെ റബ്ബുടെ മുന്നിൽ ഒരു 10 നിമിഷം നിൽക്കൂ യോഗ്യത ഇല്ലാത്ത ആൾമാരങ്ങ, ആ ഒരു യോഗ്യത അങ്ങക്ക് ഇല്ല. അതുകൊണ്ടായിട്ട് അല്ലാഹു അങ്ങനെ വിഷയത്തെ അങ്ങനെ ചൊല്ലേ ഖാമു ഖുസാല, അങ്ങ് പണ്ടമേ ഉദാസീന പിടിച്ചിട്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും ഔത്തിൽ നിന്ന് ഊന്തി കടത്തോന്നു പോല നിസ്കരി. അല്ലെങ്കിൽ പെഞ്ഞായി മാപ്പിളിട്ട് ഇങ്ങനെ നിങ്ങൾ പല്ലിൽ ബാങ്ങയില്ലേ അങ്ങനെ പെഞ്ഞായി കയറ്റി നിസ്കരിക്കോ പണ്ടാവും, അല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് പേടിച്ച് നിസ്കരിക്കോ പണ്ടാവും, അല്ലെണ്ടെങ്കിൽ റായത്തെങ്ക് പേടിച്ചിട്ട് നിസ്കരിക്കോ പണ്ടാവും. ഇങ്ങനത്തെ നിസ്കരിച്ച് ആ നിസ്കാരം നരകത്ത് കല്ലാണ്ട് സ്വർഗത്ത് പോകണ്ടില്ല. അതിനങ്ങ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നിസ്കാരത്തിൽ ഭയഭക്തി വേണം. തന്റെ റബ്ബിടെ മുന്നിൽ നിൽക്കുമ്പോ അത് നാനും തന്റെ റബ്ബിനടുത്ത് മുനാജാത്തായിട്ടിക്കറ്. അവിടെ വേറെ ഒരു വിഷയം എന്റെ മൈൻഡിൽ കടന്നു പറഞ്ഞു തീരാ. അങ്ങനത്തെ ഖുശൂ നിസ്കാരത്തിൽ ബേൻ ചൊന്തായിട്ടിക്കറ്. ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ എന്തെങ്കിലും ഈ നിസ്കാരത്തെ സംബന്ധിച്ചിട്ട് ചില വിഷയത്തെ ഞങ്ങൾ ഗമനത്തിൽ വയ്ക്കുന്നു. ചിലപ്പോ ഞങ്ങൾ അറിഞ്ഞിട്ടും അറിയാണ്ട് ചില യാറെ കൂടി ഇങ്ങനെ നിസ്കാരത്തിൽ ബണ്ടതുണ്ടു. അത് നിസ്കാരത്തിൽ എടുക്കുന്ന എല്ലാ നിസ്കാര തക്ബീറത്തിൽ ഇഹ്റാം കൈക്കെട്ടി പിടിച്ചിട്ട് സലാമീന്റെ അവർ തോൽത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് അത് ഞങ്ങൾക്ക് പഠിപ്പാത്തന്ന് അല്ലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നില്ലേ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. പലപ്പോഴും ഞങ്ങൾ ഇത് കേട്ട ഹദീസുകായിട്ടിക്കറ്. ನಾನು ಎಪ್ರಕಾರ ನಿಸ್ಕರಿಸಿ ನಿಂಗ ಕಂಡ್ರೋರ ಅದೇ ಪೋಲೆ ನಿಸ್ಕರಿಕೋಚು ಅಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേതാവിടെ ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും മാതരിയാക്കി പഠിപ്പാർത്തന്നരെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് ഞങ്ങൾക്ക് മാതരി ഏത് വിഷയത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതരി അവിടെ ഉണ്ടോ. അതേപോലെ ഈ നിസ്കാരത്തെ വിഷയത്തിലും പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്ത് ചൊന്തു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ച് നിങ്ങൾ കണ്ടോറ അങ്ങനെ നിസ്കരിക്കറു. അത് സ്വഹാബത്ത് കണ്ടോറു. അതേപോലെ ഞങ്ങൾക്ക് ആ ഒരു നിലല് ക്ലിയർ ആയ രൂപത്തില് ഹദീസിലൂടെ അത് പഠിപ്പിക്കൽപ്പെട്ടു. എന്നിട്ടെങ്കിൽ ആ നിസ്കാരത്തെ വിഷയത്തിൽ ചില ഗഫലത്തിങ്ങ, ചിലത് അറിഞ്ഞിട്ടും അറിയാണ്ടമ്മ, ചില യാറോ കോടിങ്ങ ഞങ്ങളുടെ ബണ്ട്. അതിലൊരു 4-5 കാര്യത്തെ ഇന്നത്തെ ഖുതുബത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം. ചില വിഷയ ചില പ്രതിഫലം ഞങ്ങൾക്ക് അതിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അത് നഷ്ടപ്പെട്ടു പോകണമെന്ന് തീരെ ചൊല്ല ഉദ്ദേശത്തിലായിട്ടിക്കര് ഈ വിഷയത്തെ നിങ്ങൾ മുന്നിൽ ചൊന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് നിസ്കാരത്തിന് മുന്നിലായിട്ട് ഞങ്ങൾ എടുക്കുന്നത് ഉളു ആയിട്ടിക്കര്. അതിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് ബോധമില്ലങ്ങാവണം. കാരണം എത്ര വലിയ പ്രതിഫലമുള്ള വിഷയ ഉള്ളൂഹ് ചൊല്ലത്. സഹോദരന്മാരെ, ഞങ്ങൾ 35 വർഷം 40 വർഷം പൈസയായിട്ട് ഞങ്ങൾ അവകാശപ്പെട്ട
ഈ വയസ്സിൽ ബുദ്ധി ബന്നേൽ പിന്നെ ഞങ്ങൾ എത്രമ ദോഷങ്ങായിത്തിക്കും, എത്രമ യാറ് കോടിങ്ങ ഞങ്ങളെ ജീവിതത്തിൽ ബന്നിട്ടിക്കോ, ചിലപ്പോൾ ഞങ്ങൾക്കും മറന്നു പോയിട്ടിക്കോ. അള്ളാന്റെ പക്കല്ലത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നെങ്കിൽ ഇത്തരത്തുള്ള ദോഷങ്ങ, ഇത്തരത്തുള്ള പാപ്പങ്ങ അത് പൊറുക്കൽപ്പെട്ടേ ഒരു വിഷയത്തിക്ക് ഉദു എടുക്കുമ്പോൾ നമുക്ക് കിട്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുവിന്റെ മഹത്വത്തെ ചെമ്മ ഹദീസിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പറ്റുണ്ട്. അതിൽ ഒരു ഹദീസ് ഞങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഞാനാവട്ടെ നിങ്ങാവട്ടെ ഉദു എടുക്കുമ്പോ പരസ്പര പലക്ക പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഭാരി ഫാസ്റ്റ് ആയിട്ടും ജമാഅത്തിന് നേരായിട്ടും ഫാസ്റ്റ് ആയിട്ടും ഇങ്ങനെ ഒരു അശ്രദ്ധ നിലക്ക് ഉദു ഞങ്ങൾ എടുക്കറ പാടില്ലാത്തതായിട്ടിക്കറ്. കാരണം അതുക്കുള്ള പ്രതിഫല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിമു അവൽ മുഅ്മിൻ, ഒരു മുസ്ലിമായവനു അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യ ഉദു എടുക്കുമ്പോ ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹി കുല്ലു ഖതിഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഇ ഔ മഅ ആഖിരി ഖതറിൽ മാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഒരു മുസ്ലിം അവನು ഉദു എടുക്കുമ്പോ തന്റെ മുഖത്തെ കൽകിട അല്ലെ, മൂന്ന് പക്കനങ്ങ മുഖത്ത് ഇങ്ങനെ കൽകിട ഉദുയുടെ സമയത്തില്, ആ സമയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, കുല്ലു ഖതിഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഇ. അവന്റെ കണ്ണുകൊണ്ട് അവൻ എന്തെല്ലാം ബെടക്ക് തറാക്കിരണ, എന്തെല്ലാം പാപങ്ങൾ അവന്റെ കണ്ണുകൊണ്ടാക്കിരണ. ആ ഉദു എടുക്കുമ്പോ അവന്റെ ആ തന്നി എടുത്തിട്ട് അവന് മുഖത്ത് ഇടുമ്പോ അതിൽ നിന്നുള്ള ഇത്തിബൂൾ തന്നി അവന്റെ കണ്ണുകൊണ്ട് ആക്കിയ ദോഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ചൊന്നെങ്കിൽ ഔ മഅ ആഖിരി ഖതറിൽ മാ, അവസാനത്തെ ഡ്രോപ്പ് ഇത്രത്തോളം അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഈ ഇത്ര ചെറിയ കണ്ണ് അള്ളാഹു തന്നെ തെറ്റിക്കരുത്. ഇതിൽ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത പലപ്പോഴും ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ണിട്ടിക്കുക. അതിനാ ചൊന്നേ അത് ഞങ്ങൾക്കും മറന്നു പോയിട്ടിക്കോ, അള്ളാന്റെ പക്കലുണ്ടത്. എന്നിട്ടെങ്കിൽ ഇങ്ങനെ ഉള്ളു എടുത്തിട്ട് മുഖം ഇങ്ങനെ ചന്ത കലുകുമ്പോ വൃത്തിയായിട്ട് മുഖം കലുകുന്ന സന്ദർഭത്തില് ആ തന്നിങ്ങനെ മുഖത്തിൽ നിന്ന് തിത്തിപൂല പ്രതി ഒരു നബി എത്രത്തോളം ചൊന്നെങ്കിൽ അവസാനത്തെ ആ മുഖത്തിൽ നിന്ന് തിരിഞ്ഞുപോലെ തന്നെ ശാന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷത്തെ പൊറുക്കൽപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീന്തില്ല. ഫൈദാ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി കുല്ലു ഖതിഅത്തിൻ കാന ബത്ശതഹാ യദാഹു മഅൽ മാഇ ഔ മഅ ആഖിരി ഖതറിൽ മാഇ. ഇന്ന് ഒരു മനുഷ്യൻ കൈ നീട്ടിട്ട് അവന്റെ കൈ കൽകുന്ന സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, കൈ നീട്ടിട്ട് അവന്റെ കൈ കൽകുന്ന സന്ദർഭത്തില് ആ കൈയിൽ നിന്ന് ഇലിയുടെ പ്രതി ഒരു ഡ്രോപ്സ് അവസാനത്തെ ആ വുളുയുടെ ഡ്രോപ്പ് ഇത്രത്തോളം അവന്റെ കൈ കൊണ്ട് അവൻ എന്തെല്ലാക്കിരണ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കണമെന്നോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീന്തില്ല. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത് കുല്ലുഹു ഖതിഅത്തിൻ മസതഹാ റിജ്ലാഹു മഅൽ മാഇ ഔ ആഖിരി ഖതറിൽ മാഇ ഹത്താ യഖ്റുജ നഖിയൻ മിനദ് ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതേപോലെ കാല് കഴുകുമ്പോൾ അതേപോലെ എത്തിക്കരുത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ദോഷത്തെ പുറത്തു കൊടുക്കുന്ന എത്ര ചൊല്ലിട്ടുണ്ടെങ്കിൽ യഖ്റുജ നഖിയൻ മിനദ് ദുനൂബി, അവന്റെ വുദു പൂർണ്ണാകുമ്പോ അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷത്തിൽ നിന്ന് മുക്താക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര പ്രതിഫലമുള്ള ഒരു വിഷയത്തേക്ക് വുദു ചൊല്ലിയത് അത് പരസ്പര പലക്ക പറഞ്ഞിട്ട അല്ലെങ്കിൽ കൂടെ ജമാഅത്തായിട്ടുണ്ട് ഇന്ന തന്നെ തേച്ചിട്ട് പണ്ടതല്ല. അവിടെ ശ്രദ്ധിക്കണു ഏത് ഭാഗത്ത് വുളുയുടെ ഭാഗത്ത് തന്നെ തട്ടണത് തട്ടണു, ഇല്ലെങ്കിൽ അവന്റെ വുളു ശരിയാവില്ല. മാത്രമല്ല ആ ഭാഗം നരകത്ത് പോണിച്ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് ശരിയായിട്ട് തണ്ണീര് തട്ടുപാട്ടുണ്ടെങ്ക അത്ര സൂക്ഷ്മതയോട് കൂടി എടുക്കുന്ന ഈ വിഷയത്തേക്ക് ഒന്നാമത്തേത് വുളു കൊണ്ടുള്ള വിഷയം. ഇന്ന് രണ്ടാമത്തെ വിഷയം നിസ്കാരത്തെ വിഷയത്തിലെത്തിക്കരുത്. അതായത് നിസ്കാരത്തിൽ ചമ്മത്തെ ആൾമാർ ഒരു കൂലി നഷ്ടപ്പെട്ടുകൊണ്ട് വിഷയത്തിക്കരുത്. തക്ബീറത്ത് ഇഹ്റാമില് കൈ ഉയർത്തിയ വിഷയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട വിഷയത്തിക്ക് കൈ ഉയർത്തി ചൊല്ലിയത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 പക്ക നിസ്കാരത്തിൽ കൈ ഉയർത്തൽ. ഒന്ന് തക്ബീറത്ത് ഇഹ്റാം കൈ കെട്ടും അല്ലാഹു അക്ബർ ചൊല്ല് കൈ കെട്ടുമ്പോ.
രണ്ടാമത്തേത് റുക്കൂ പോകുമ്പോ, മൂന്നാമത്തേത് റുക്കൂൽ നിന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലുമ്പോ, നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ തശവ്വുദിൽ നിന്ന് എണിക്കുന്ന സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിര്. ഇത് സുന്നത്തൈറ്റിക്കര്, പ്രബലമായ സുന്നത്തൈറ്റിക്കര്, പ്രതിഫലാർഹമായ വിഷയത്തിക്കര്. എന്നിട്ടായെങ്കിൽ സഹോദരന്മാരെ, ചില സഹോദരന്മാര് എന്താക്കോ ചെന്നിട്ടെങ്കിൽ ഫസ്റ്റ് മാത്രമേ കൈ ഉയർത്തുള്ളൂ, പിന്നെ ഉയർത്തില്ല. പിന്നെ റുക്കൂ പോകുമ്പാവട്ടെ, റുക്കൂവിൽ നിന്ന് എണിക്കുമ്പാവട്ടെ, അല്ലെണ്ടെങ്കിൽ ഒന്നാമത്തെ തശവ്വുദിൽ നിന്ന് എണിക്കുമ്പാവട്ടെ കൈ ഉയർത്തില്ല. കാരണം എന്ത് ചെന്നിട്ടെങ്കിൽ ചില മദ്ഹബിലോ അങ്ങനെ ഇട്ടിട്ട് പഠിപ്പിക്കൽപ്പെട്ടേ, ചില മദ്ഹബിൽ അങ്ങനെ പഠിപ്പിക്കൽപ്പെട്ടത്. അതായത് ഒരു ഹദീസുണ്ട് ദുർബലമായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മാത്രമേ കൈ ഉയർത്തി ചൊല്ലിയ ഒരു ദുർബലമായ ഹദീസുണ്ട്. അതിനെ പിടിച്ചിട്ട് ചില ആൾമാർ കൈ ഉയർത്തില്ല. ഇന്ന് ചില ആൾമാർ ഉയർത്തിയെങ്കും ഒരു ഇങ്ങനെ ആക്കിയിട്ട് എന്താ ബേനാത്ത രൂപത്തെ പോലെ ഒരു തെല്ലിങ്ങനെ ബഗ് പാട്ടിട്ട് പാടില്ല. സഹോദരന്മാരെ, ഞാൻ നേരത്തെ ചൊന്നല്ലേ, ഞങ്ങൾ നിക്കറ് ഞങ്ങൾ റബ്ബിടെ മുന്നോളായിട്ടിക്കറ്, ഞങ്ങൾ അള്ളാഹുടെ മുന്നോളായിട്ടിക്കറ്, ഞങ്ങൾ സൃഷ്ടിയാക്കിയ പടച്ച റബ്ബിടെ മുന്നോളായിട്ടിക്കറ്. ആ റബ്ബിടെ മുന്നിൽ നിൽക്കുമ്പോ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിസ്കാരത്തെ പ്രതി ഭാഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടെ രൂപത്തിലാവൻ ചൊന്തൈട്ടിക്കറ്. നോക്കറു അന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ ബിയദിഹി ഹസ്വ منقبيه إذا افتتح الصلاة وإذا كبر للركوع وإذا رفع رأسه من ركوع رفعهما كذلك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. അതായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്തില് യർഫഉ യദൈഹി, തന്റെ കൈയുടെ ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻകിബൈഹി, തന്റെ ഈ രണ്ട് കുഞ്ചിനെ നേരായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി എപ്പല്ല അതായത് തക്ബീറത്ത് ഇഹ്റാം കെട്ട സന്ദർഭത്തിൽ, അല്ലാഹു അക്ബർ ചൊല്ലുന്ന സന്ദർഭത്തിൽ. രണ്ടാമത്തേത് വഇദാ കബ്ബറ ലിർറുകൂഇ, അതേപോലെ റുകൂ പോന്റെ സന്ദർഭത്തിൽ വഇദാ റഫഅ റഅസഹു മിൻ റുകൂഇ ورفعهما كذلك. ഇന്ന് റുകൂഇൽ നിന്ന് എണിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ സമി അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലുമ്പോ കൈ ഉയർത്തി ചൊല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസിലും അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഹദീസിലും നമുക്ക് കാണുകിട്ട്. ഇന്നൊരു ഹദീസിൽ അബൂദാവുദ് ഹദീസില് അതായത് ഒന്നാമത്തെ തശഹ്ഹുദിൽ നിന്ന് എണിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായിട്ടിക്കറ്. ഇതിക്ക് പ്രതിഫലമുണ്ടോ? ഇമാം ബുഖാരി ഈ കൈ ഉയർത്തുന്ന വിഷയത്തില് റഫഉൽ യദൈനി ഫിസ്സലാ, നിസ്കാരത്തിൽ കൈ ഉയർത്തുന്ന വിഷയത്തില് ഇമാം ബുഖാരി ഒരു കിതാബിടെ രചനയാക്കിയത്. അത്ര പ്രതിഫലമില്ലേ ഒരു വിഷയത്തിക്കറ്. അത് ഇങ്ങനെ ആക്കി വിട്ടതല്ല, ബദലായിട്ട് ആക്കാൻ ടിക്കരുതല്ല. പ്രതിഫലം നഷ്ടപ്പെട്ടുകൊണ്ടോ ഒരു 4-5 വക്ത് ഞങ്ങൾ നിസ്കരിക്കറ, എത്ര റക്കാത്ത് കിട്ടു, എത്ര പക കൈ ഉയർത്തി കിട്ടു, എത്ര പ്രതിഫലമായിട്ടിക്കറ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട സഹോദരന്മാരെ. എന്നെങ്കിലും ചില സഹോദരന്മാര് അങ്ങനെ മദ്ഹബ് അനുസരിച്ചിട്ട് ആക്കിണ്ടല്ലേ. ഒരു വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കണോ, ഇസ്ലാം 4 മദ്ഹബ് ഇന്നിവിടെ ദുനിയാവിൽ നിലനിൽപ്പുണ്ടോ. ഈ 4 മദ്ഹബിന്റെ വിഷയത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റില്ല. മാത്രമല്ല 4 മദ്ഹബിന്റെ ഇമാംമാരിലോട് അങ്ങ് പോലും ഇങ്ങനെ മദ്ഹബ് ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ വിഷയത്തിൽ ഇന്നൊരു ഖുതുബത്തിൽ മനസ്സിലാക്കുക എങ്ങനെ മദ്ഹബ് ഇങ്ങനെ കടന്നു വന്നേ. ഈ 4 ഇമാംമാർ പോലും ഈ മദ്ഹബ് ഉണ്ടാക്കിയല്ല. പിൽക്കാലത്തില് ചില ആൾമാർ അങ്ങനെ അവകാശപ്പെട്ട ആൾമാർ അങ്ങ് ആക്കിയതായിട്ട് ഈ മദ്ഹബ്. അതുകൊണ്ടായിട്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അങ്ങനത്തെ പണ്ഡിതന്മാർ ചൊല്ലൊരു പലക്കുണ്ട്. എന്തിനാ ചൊല്ലിട്ടെങ്കിൽ ഈ കൈ ഉയർത്തുന്ന വിഷയത്തില്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ വിഷയത്തില് അജ്മഉൽ ഉലമാങ്ങള് എന്തിനെ ഇജ്മാ ഉണ്ട്, ഒമ്മത്ത് അഭിപ്രായം ഉണ്ട്. അതിൽ ആർക്കും സംശയമില്ല. എന്തിനാ അല അന്ന മനിസ്തബനതു
മനിസ്തബാനത്ത് ലഹു സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇമാം ഷാഫി അടക്കമുള്ള പണ്ഡിതന്മാർ ചൊല്ലേ ഉലമാങ്ങളെ ഇജ്മാ ഉണ്ടോ എന്തായിട്ട് ഇജ്മാ ഒരു സുന്നത്ത് ഒരു വിഷയത്തില് വ്യക്തമായെങ്കിൽ ആ ചെറിയടെ പിന്നെ ഉപേക്ഷിക്കൂ ഒരാൾക്കും അനുമതിനീയല്ല. മനസ്സിലാക്കുന്നു. 4 മദ്ഹബുകളെ പല പല അഭിപ്രായ വ്യത്യാസിക്കൂ എന്നുണ്ടെങ്കിൽ ഹനഫി മദ്ഹബ് ഇങ്ങനെ കൈ ഉയർത്താണ്ടിക്കോ ചൊല്ലു, ഷാഫി മദ്ഹബ് അങ്ങനെ ചൊല്ലു, ഇന്നർ മദ്ഹബ് ഇങ്ങനെ ചൊല്ലു എന്നുണ്ടെങ്കിൽ ഇമാമാർ അതേ പണ്ഡിതന്മാർ ചൊല്ലത് ആര് അഭിപ്രായ അല്ല ഇവിടെ ഉള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ഉപേക്ഷിക്കില്ല. എങ്ങനെ ലിഖൗലി അഹദിൻ ഒരാളുടെ പലക്കത്തെ പിമ്പട്ടിത്ത് നന്റെ മദ്ഹബ് ഇമാം ഇങ്ങനെ ചൊന്നുണ്ടല്ലേ നേരിട്ട് നോക്കുമ്പോ അതിക്കെതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവിടെ ഉണ്ടോ, അതിക്കെതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടോ? അപ്പൊ ഞങ്ങൾ എന്തായിട്ട് പിമ്പട്ടനായത് ഇജ്മാ ഉണ്ട് പണ്ഡിതന്മാരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് പിമ്പട്ടുനായത് അല്ലാണ്ട് മദ്ഹബ് പിറപ്പുണ്ടല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പല ആൾമാർ ചൊല്ലോരു ഒരു മുസ്ലിമായ മനുഷ്യൻ ഏതെങ്കിലും ഒരു മദ്ഹബും സ്വീകരിക്കാൻ ചൊല്ലല്ലേ കംപ്ലീറ്റ് റോങ് അത്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മദ്ഹബും അല്ല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടന്റെ ഖുർആൻ സുന്നത്തല്ലാണ്ട് വേറെ ഒരു മദ്ഹബും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്തില്ല. പിൽക്കാല വന്ന ആൾമാർ ഇതിലേക്ക് ഇങ്ങനെ ചിന്ന ഭിന്നായിട്ട് മദ്ഹബുകളെ ഉണ്ടാക്കി പോയി ചൊല്ലി വിഷയം കൂടി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കൈ ഉയർത്തി വിഷയത്തില് പ്രതിഫലാർഹമായ വിഷയ ഒന്ന് തക്ബീറത്തി ഹറാം കെട്ടുമ്പോ, 2 റുക്കൂ പോകുമ്പോ, 3ാമത്തേത് റുക്കൂൽ നിന്ന് എണിക്കുമ്പോ, 4ാമത്തേത് 1ാമത്തെ തശവ്വുദിൽ നിന്ന് എണിക്കുമ്പോ ഇതിക്ക് പ്രതിഫലമുണ്ട്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ പെട്ടതായിട്ട് ഇത് ഉപേക്ഷിക്കുകയില്ല. ഇതിക്ക് ധാരാളമായിട്ട് അതെ താബിങ്ങളെ ഒരു താബി ഹസൻ റളിയല്ലാഹു അൻഹു അതിൽ പഠിപ്പാട്ടുണ്ട് സ്വഹാബത്ത് നോക്കിയത് കാന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഫഊന ഐദിയഹും ഞാൻ കണ്ട സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഞാൻ കണ്ട അങ്ങ് കൈ ഉയർത്തി ഇന്നൊരു ചൊന്തു ഹസൻ റളിയല്ലാഹു അൻഹു താബി പണ്ഡിതനായ ഹസൻ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പാട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഇട്ടിക്കുന്നത് ഉയർത്തുനായത് ആ കൈ ഉയർത്തുനായത് എങ്ങനെ അതെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇലാ സ്വലാത്തി റഫഅ യദൈഹി ഹത്താ തകൂന ഹദ്വ മൻകിബൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കൈയിലെ കുഞ്ചിരൗർത്തോണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തുന്നിട്ട് ഇന്നൊരു റിപ്പോർട്ടിൽ കാണുകിട്ട് ഹത്താ യുഹാദിയ ബിഹിമ ഉദ്നൈഹി കാതു തോൽ ഉയർത്തുന്നിട്ട് ചൊന്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റിപ്പോർട്ട് ഉണ്ട്. എന്നിട്ടെങ്കിൽ ഇത് പരസ്പര വൈരുദ്ധ്യമല്ല. കുഞ്ചു തോൽ ഉയർത്തതും കാതു തോൽ ഉയർത്തതും ഇത് പരസ്പര വൈരുദ്ധ്യമുള്ള ഹദീസ് അല്ല. ബദലായിട്ട് പണ്ഡിതന്മാർ ഈ 2 ഹദീസിനെ ഇജ്മാ ആക്കിടോറു. ഇജ്മാ ചൊന്നെങ്കിൽ അത് ഒരുമിച്ച് കൂട്ടോറു. അതായത് ഒരാള് കുഞ്ചിത്തോൽ കൈ ഉയർത്തുമ്പോ അയിലെ തലം കൈ കുഞ്ചിന് നേരേക്കിട് അയിലെ കൊടി പേരില് കാതിന് നേരേക്കിട് ചൊന്തു ചില ചമ്മത്തെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പഠിപ്പാട്ടുണ്ട്. ഇന്ന് ചില ആൾമാർ ചൊന്നു കാതിന് ഉയർത്തെങ്കിൽ യാതൊരു തൊന്തരയില്ല. ഇന്ന് നിസ്കാരത്തിൽ കൈ ഉയർത്തില്ലെങ്കും അവന് നിസ്കാര ബാത്തിലാവില്ല എന്നെങ്കിലും സുന്നത്ര കൂലി നഷ്ടപ്പെട്ടു. അതുകൂടി മനസ്സിലാക്കുന്നു. സുന്നത്ര കൂലി നഷ്ടപ്പെട്ടു. എന്തൊക്കെ ഞങ്ങൾ നഷ്ടപ്പെട്ടു 5 വക്ത് നിസ്കാരത്ത് എത്ര റക്കാത്ത് ഞങ്ങൾക്ക് കിട്ടില്ലേ? അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മഹത്വം ഇല്ലേ? അതുകൊണ്ട് ഈ കൈ ഉയർത്ത വിഷയത്തില് ഞങ്ങൾ ഭാരി ശ്രദ്ധിക്കാനായത്. കാരണം ഇതിക്ക് പ്രതിഫലമുണ്ട്. ചില ആൾമാർ എന്താ കുറിച്ച് കാതിര കണ്ട് മേൽ ഉയർത്തോറു, അത് ശരിയല്ല. അതേപോലെ കാല് ഇങ്ങനെ ആക്കി വിട്ടോറു, അതും ശരിയല്ല. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതിരി ഉണ്ട്. മൻകിബൈഹി അല്ലെങ്കിൽ ഉദ്നൈഹി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുന്നത്. ഇന്ന് 3ാമത്തെ വിഷയ സഹോദരന്മാരെ നിസ്കാരത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ചെമ്മത്തെ സഹോദരന്മാര് നിസ്കാരത്തിൽ കൈ കെട്ടുണ്ടെങ്കിൽ തങ്ങളെ കണ്ണിടെ അപ്പറിപ്പറ തിരിക്കണോറും തങ്ങളെ കണ്ണിങ്ങനെ എതിരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോറും ശരിയല്ല. അത് ശരിയായ രീതിയല്ല. കാരണം നിസ്കാരത്ത് പ്രവേശിച്ചെങ്കിൽ തക്ബീറത്തിൽ ഇഹ്റാം കൈ കെട്ടുണ്ടെങ്കിൽ ഒരുത്തരെ കണ്ണ് ആ നിസ്കാര തീരോത്തുള്ള സുജൂദിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് ഇസ്ലാം പഠിപ്പാട്ടുണ്ട്. ഇന്ന് തശവ്വുദിൽ തെറ്റുണ്ടെങ്കിൽ ഈ ബെർല് കെട്ടിക്കണം നോക്കണ ഇസ്ലാം പഠിപ്പാട്ടുണ്ട്. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. ಅದರ ಗೌರವ
മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ഫീ സ്വലാത്തിഹിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു എന്തൊരു അവസ്ഥ നബി അങ്ങനെ പഠിപ്പാത്തന്നെ. മാ ബാലു അഖ്വാമിൻ എന്തൊരു അവസ്ഥ ഇട്ടിക്കറ് യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ഫീ സ്വലാത്തിഹിം. തങ്ങളെ നിസ്കാരത്തില് തങ്ങളെ കണ്ണിന്റെ ദൃഷ്ടിയെ ആകാശത്ത് ഉയർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ടു ഭയങ്കരമായിട്ട് ശക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ടു ലയന്തഹുന്ന അൻ ദാലിക ഔ ലാ തുഖ്തഫന്ന അബ്സാറുഹും. അതിൽ നിന്ന് അവನು ബുട്ടു നിക്കോണായിട്ടിക്കറ്. ഏതിൽ നിന്ന് കണ്ണിങ്ങനെ ആകാശത്ത് ഉയർത്തരുത്, അല്ലെങ്കി കൈ കെട്ടിട്ട് ഇങ്ങനെ ചുറ്റുപാട് നോക്കരുത്. അതിൽ നിന്ന് അവൻ ബുട്ടിട്ടേ നിക്കണു. എന്ത് ചൊന്നിട്ടെങ്കിൽ ഇല്ലെങ്കിൽ അള്ളാഹു അവന്റെ കണ്ണിനെ റാഞ്ചിട്ട് എടുക്കുന്ന ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൃഷ്ടി അവൻ കിട്ടാണ്ടിക്ക ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയ വിഷയമല്ല, അത് തപ്പായ വിഷയത്തിക്കരുത്. നിസ്കാര തീർത്തോനും ഞങ്ങളെ കണ്ണ് പല രായത്ത് ചുറ്റുമുത്തു നോക്കിട്ടല്ല, അതിലൂടെ ഞങ്ങളെ ശ്രദ്ധ തപ്പിപ്പോണ്ടു ബദലായിട്ട് സുജൂദര ഭാഗത്ത് കയറ്റിക്കൊണ്ടു ഞങ്ങൾ നോക്കുനായ വിഷയ ചൊന്തു കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഖുതുബത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് നിസ്കാര ഹുസു ഉള്ളതാവണു. 6 കയറ്റുള്ള നിസ്കാര അല്ല, 6 ഒത്തടുത്ത് കയറ്റ് പറഞ്ഞ് നിസ്കരിക്കുന്നത് അല്ല. അങ്ങനെ നിസ്കരിച്ചെങ്കിൽ ശിക്ഷ ഉണ്ടോ? ഭയഭക്തി പാലിച്ചിട്ട് തങ്ങളെ റബ്ബിന്റെ മുന്നിൽ നിൽക്കണായത്. പിന്നെ കൈ ഉയർത്തണോ. അതേപോലെ തങ്ങളെ കണ്ണിന്റെ ദൃഷ്ടിയെ സുജൂദിന്റെ മൊത്ത ബൈക്കോൺ ചൊന്തുള്ള വിഷയ ഞങ്ങൾ മനസ്സിലാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ പ്രಕಾರ ഇബാദത്ത് അനുഷ്ഠിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തം നഫ്സിനെ മറക്കാൻ്റെ ഓരോരുത്തರಿಗೆ ഉപദേശ ആക്കിക്കൊണ്ടില്ല, വസിയത്താക്കിക്കൊണ്ടില്ല. സഹോദരന്മാരെ, ഞങ്ങൾ നിസ്കാരത്തെ വിഷയത്തിലായിട്ട് മനസ്സിലാക്കി വന്നിട്ടുള്ളത്. 4ാമത്തെ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുള്ള വിഷയം മഅമൂമിങ്ങ. അതായത് ഒരു ഇമാമിന്റെ പെറോത്ത് തുടരക്ക് ചൊല്ലിട്ട് മഅമൂമിങ്ങ. ഈ മഅമൂമിങ്ങ ഒരിക്കലും ഇമാമിന്റെ മുന്നോൾ കടന്നു പോകുന്നത് തീരാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പാട്ടുണ്ട്. എത്രത്തോളം ചൊന്നിട്ടെങ്കിൽ ചില ആൾമാർ കൈ കെട്ടിടിക്കുന്നു. ഇമാം സൂറ ഫാത്തിഹ ഓതിയാൽ പിന്നെ ഒരു ചെറിയ സൂറത്ത് ഓതുന്നു. ഉദാഹരണക്ക് സൂറത്ത് നാസ് ഓതുന്നു. നാസ് ഓതിട്ടാകുമ്പോ അവസാനം മിനൽ ജിന്നത്തി വന്നാസ് ചൊല്ലുമ്പോ പല ആൾമാരെ കൈ കീഴിൽ പോയിട്ടായിട്ട് അത് ഇമാമുടെ മുൻകടന്ന് പോണ്ടതായിത്തിക്കരുത്. അത് ഒരിക്കലും നിസ്കാരത്തിൽ പാടില്ലാത്തതായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങളെ ഇമാമായിത്തിക്കറ. ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിൽ ഖിയാമി വലാ ബിൽ ഖുഊദി വലാ ബിൽ ഇൻസിറാഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങളെ ഇമാമായിത്തിക്കറ. അതുകൊണ്ട് റുകൂഇലാവട്ടെ, സുജൂദിലാവട്ടെ, നിക്ർദിലാവട്ടെ, ദൈക്ർദിലാവട്ടെ, നിസ്കാരത്തിൽ ಬೇರೆ ಬೇರೆ ಆವೃದ್ದಿಲಾವಟ್ಟೆ ನಂಡೆ ಕಾಂಟಿ ಮುನ್ನೋಲ್ ಕಡನು ಪೋರ್ನು ತೀರಾ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೊರಕಲ್ ತೀರಾ. ചില നമുക്ക് ആ സൂറത്ത് ഗൊന്തുണ്ടു, ഇത് തീനോ ബന്ത് ഇന്നെന്ത് ഇമാം റുക്കൂ പോണ്ടല്ലേ ചൊന്തു. അങ്ങനെ നേരത്തെ ചൊന്ന കയ്യും പോലും ഉയർത്തില്ല, ഇങ്ങനെ കൈയുടെ കീഴിലിട്ട് റുക്കൂകു. അതിൽ തീന്തില്ല, അതിൽ അല്ലാഹു അക്ബർ ചൊന്തില്ല ഇമാം. എന്നിട്ടും ഊടെ നിന്നിട്ടായിട്ട്, ഊടെ തയ്യാറായിട്ടായിട്ട് നോക്കൊരു ബറാ ഇബ്നു അസീബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, കുന്ന നുസല്ലി ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു ലം യഹ്നി അഹദുൻ മിന്നാ തഹ്റഹു ഹത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബ്ഹതുഹു അലൽ അർളി. അതെ, ബറാ ഇബ്നു അസീബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ പിറവ് ഞങ്ങൾ നിസ്കരിച്ച. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു ചൊല്ലുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നെറ്റിനെ
അതായത് റുക്കൂൽ പിന്നെ എഴുത്തിദാൽ സമയ അല്ലാഹു ലിമൻ ഹമിദ ചൊല്ലുന്ന എഴുത്തിദാൽ നിൽക്കുന്നവർത്തോ നിന്നിട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ತನ್ನ ನೆಟ್ಟಿರೆ ಭೂಮಿಗೆ ಬೇಯ್ಕಿರವ್ರ್ತೋಲು ಅದರರ್ಥ ಸುಜೂದು ಪೋಂಡವ್ರ್ತೋಲು ನಂಗ ಮುದುರೆ ಬಗ್ಗು ಪಾಟಿ ಉಂಟಿಲ್ಲ ಚಂತು ಆ ಸ್ವಹಾಬಿ ಪಡಿಪಾತಾನೆ കാരണ ഇമാം അതെ സമയ അല്ലാഹു ലിമൻ ഹമിദ ചൊന്നേൽ പിന്നെ ആ ഇമാം അല്ലാഹു അക്ബർ ചൊന്ന് സുജൂദ് പോണ്ടവർത്തോളം ആ മുങ്കടന്ന് പോണു തീരാൻ തൈത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാത്തന്നെ ഇന്നമാ ജുഇലൽ ഇമാമു നിശ്ചയമായിട്ടും ഇമാം ചെന്നെങ്കിൽ ഹിംബാലനാക്കോ ഫോളോ ആക്കോകില്ല അതിൽ ഞങ്ങൾ ഫോളോ ആക്കോണു അതിൽ എതിർ കടന്നു പോണ്ടല്ല അതിൽ ഞങ്ങൾ ഫോളോ ആക്കോകില്ലത് അതെ ലിയുതമ്മ ബിഹി ഫൈദാ കബ്ബറ ഫകബ്ബറു വൈദാ ഖറഅ ഫഅൻസരിഫു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും അതെ അതിൽ തക്ബീർ ചൊല്ലി നിങ്ങൾ തക്ബീർ ചൊല്ലറോ അതേപോലെ അതിൽ ഖുർആൻ ണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുറച്ചോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട് അതുകൊണ്ട് ഇമാമിന്റെ ഒർക്കലും മുങ്കടന്ന് പോണു തീരാ നിസ്കാരത്തില് അത് ഞങ്ങൾക്ക് ഗൊന്തിന്റെ സൂറത്തോരത്ത് ഗൊന്തില്ലാത്തോരത്ത് അതുകൊണ്ട് ഞങ്ങൾ ഒർക്കലും എതിരായിട്ട് കടന്നു പോണു തീരാ ഇന്ന് അഞ്ചാമത്തെ വിഷയത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് നിസ്കാരത്തില് ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു നിസ്കാരത്തില് മഅമൂമിങ്ങായ ഞങ്ങ ഒരിക്കലും സുജൂദുലാവത്ത് റുക്കൂലാവത്ത് ചൊല്ല് ദിക്റുകളെ ജോറായിട്ട് ചൊല്ലുകില്ല ചില സഹോദരന്മാർ ചൊല്ലോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമ അല്ലെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുലാവട്ടെ റുക്കൂലാവട്ടെ ഒരിക്കലും അവിടെ ചൊല്ല് ദിക്റുകളെ തസ്ബീഹുകളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജോറ് ഓതിട്ടില്ല അത് അവനവನು കേൾക്കുമായിട്ട് മാത്രമേ അവന്റെ നാവിലൂടെ ചൊല്ലുകുല്ലതായിട്ടിക്കര് നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സുബ്ഹ ഫതഖലത് അലൈഹിൽ ഖിറാഅതു ഫലമ്മൻ സറഫ ഖാല ഇന്നി അറാകും തഖറഊന വറാഇ ഇമാമികും ഖുൽന യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് സഹാബത്തുള്ളവർ ആ സഹാബത്തില് ചില ആൾമാർ നബി ഓതുമ്പോ ഇങ്ങനെ ജോറിൽ ഓതിക്കൊണ്ടിരുന്നവർ ആ സന്ദർഭത്തിൽ നബിക്ക് അതൊരു തൊന്തരായിട്ട് ഒരു ഉപദ്രവായിട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിൽ പിന്നെ സഹാബത്തിന്റെ കേർത്ത് എന്തായിട്ട് രണ്ട് പെറോത്തിൽ നിങ്ങൾ ഓതിയുന്നോറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് രണ്ട് പെറോത്തിൽ നിങ്ങൾ ഓതിയുന്നോറാ സഹാബത്ത് ചൊന്നോറ് അതേ നബിയെ ഞങ്ങൾ ഓതിയറാ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പരിപാടി കൊടുക്കണം അവിടെ ഖാല ലാ തഫഅലു ഇല്ലാ ബി ഉമ്മിൽ ഖുർആനി ഫഇന്നഹു ലാ സ്വലാത ലിമൻ ലം യഖറഉ ബിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് നന്നിൽ നിന്ന് നിങ്ങൾ അതായത് സൂറ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ ചൊല്ലുന്നുണ്ടെങ്കിൽ സൂറ ഫാത്തിഹ അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ ഓതുകു തീരച്ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് അതായത് ഫാത്തിഹ ഇല്ലാത്തവർക്ക് നിസ്കാരം ഇല്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇമാം നിക്കറ് ഇമാം സൂറ ഫാത്തിഹ ഓതുമ്പോ ഞങ്ങൾ ഓതണം കാരണം ഫാത്തിഹ ഇല്ലാത്തവർക്ക് എന്തില്ല ആ റകാഅത്ത് ഇല്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് അപ്പൊ ഫാത്തിഹ അത് കഡ്ഡായമായിട്ടിക്കര് അത് ഓതനായിട്ടിക്കര് നിസ്കാരത്തിൽ എന്നെ ഓതുമ്പോ അവനവനുക്ക് കേൾക്കിற പോലെ ഓദ്യമയ്യോ ഇപ്പുറത്തവനുക്ക് ഉപദ്രാക്കിற പോലെ ഇപ്പുറത്തവന്റെ വിശ്വാസം ഉണ്ടാക്കിற പോലെ ഇപ്പുറത്തവനുക്ക് പ്രയാസം ഉണ്ടാക്കിற കാരണം അവನು ഓതിണ്ടിക്കറ ഇപ്പുറത്തവൻ കേട്ടോണ്ടിക്കറ് അപ്പൊ ഓന്റെ ഫാത്തിഹ പൂർത്തിയാവില്ല അതേപോലെ റുകൂല് ചൊല്ല ദിക്റുകൾ ജോർ ചൊല്ലുമ്പോ അപ്പുറത്തവനുക്ക് അത് പ്രയാസം ഉണ്ടാക്കറ് അങ്ങനെ ഒരിക്കലും പാടില്ല നിസ്കാരത്തിൽ ശാന്തത പാലിക്കണു മൗനം പാലിക്കണു അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാ തന്നെ അപ്പൊ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണു ഒരിക്കലും നിസ്കാരത്തില് ജോറായിട്ട് എന്തും ഞങ്ങ ഓതുകില്ല ആര് മഅമൂമിങ്ങ ഓതുകില്ല ചൊല്ല വിഷയ ഞങ്ങ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാ തന്നെ ഇന്ന് ആറാമത്തെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ സഹോദരന്മാരെ ജമാഅത്ത് നിസ്കാരാകുമ്പോ അതായത് ബാങ്ക് കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ ഉൾക വന്ന ജമാഅത്ത് നിസ്കാരത്തിന് സമയമുണ്ട് ആ സമയത്തില് ഞങ്ങൾക്ക് ഇന്നും ഒരു 10 നിമിഷത്തെ ഗ്യാപ്പ് നിസ്കാരത്തില് ഒക്കെ ഞങ്ങൾ പള്ളിയിൽ എൻട്രാകുമ്പോ തഹിയത്തുൽ മസ്ജിദ് തഹിയത്ത് നിസ്കരിച്ച് ദൈക്കൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പള്ളിയിലേക്ക് എൻട്രാ എങ്കിൽ ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ ഫലാ യജ്ലിസു ഹത്താ യുസല്ലി റകഅതൈനി നിങ്ങളിൽ പ്രത്യോർത്ത മസ്ജിദിಗೆ എൻട്രാകുമ്പോൾ പ്രവേശിക്കുമ്പോ ദൈക്രയ്ക്ക് മുന്നോലോ നബി പഠിപ്പാട്ടുണ്ട് 2 റകഅത്ത് നിസ്കരിച്ച് ദൈക്കൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയത്തുൽ മസ്ജിദ് അതായത് പള്ളിಗೆ എൻട്രായപ്പ 2 റകഅത്ത് നിസ്കാര നല്ല പ്രതിഫലാർഹമായ നിസ്കാരമായിട്ട് ഡയറക്റ്റ് ಬಂದೆ ಸಮಯ ಇನ್ನಂಟಂಗೆ ನಂಗೆ
തനിക്ക് നിസ്കരിക്കാം. അതല്ല ജമാഅത്ത് സമയം ഉണ്ടെങ്കിൽ ജമാഅത്ത് കൂടണം. ആ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തണ്ട്. ഇദാ ഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നിസ്കാരത്തിക്ക് ഇഖാമത്ത് കൊടുത്തെങ്കിൽ, ഏത് നിസ്കാരത്തിക്ക്? ഫർള് നിസ്കാരത്തിക്ക് ഇഖാമത്ത് കൊടുത്തെങ്കിൽ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഫർള് നിസ്കാരം അല്ലാണ്ട് വേറെ ഒരു നിസ്കാരം ഇല്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതർത്ഥ ഞങ്ങൾ ആ നിസ്കാര സുന്നത്ത് നിസ്കാരത്തിൽ ഇന്നുണ്ടായെങ്കിൽ, അതായത് ഈ കാമത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ സുന്നത്ത് നിസ്കാരത്തിൽ തുടർന്നിട്ടായെങ്കിൽ അതിൽ അവിടേക്ക് വിട്ടിട്ടു ഞങ്ങൾ എന്താക്കണു? ജമാഅത്ത് ചേരണു. ഇന്ന് തശവൂദിൽ തെച്ചിട്ടുണ്ടെങ്കിൽ അവന് തശവൂദ് പൂർത്തിയാക്ക ചൊല്ല വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കണു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സഹോദരന്മാരെ ഇത് ഞങ്ങൾ ശ്രദ്ധിക്കണു. കാരണം ചില പ്രതിഫലം ഇതില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട വിഷയത്തേക്ക് ഒന്ന് ഖുശൂ ഉണ്ടാവുന്നു. രണ്ടാമത്തേത് കൈര് ഞങ്ങൾ ഉയർത്തുന്നു. അതേപോലെ മൂന്നാമത്തേത് ഇമാമിനെ ഞങ്ങൾ അനുസരിക്കും ചൊല്ലേ വിഷയത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ണിന്റെ ദൃഷ്ടി ഞങ്ങൾ സുജൂദിന് മോത്ത് ബയിക്കുന്നു. അതേപോലെ സഹോദരന്മാർ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇമാമിന് പിറോത്തിൽ ഒർക്കനും ഒരു ജോറായിട്ട് ഓതുറുത, ഇന്നത്തെ പ്രയാസം കൊടുക്കരുത, അത് പാടില്ലായിട്ടേക്ക്. അതേപോലെ ആറാമത്തെ വിഷയ പള്ളിക്ക് എൻട്രായെങ്കിൽ ഞങ്ങൾ മസ്ജിദ് തഹിയത്തുൽ മസ്ജിദ്, അതായത് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണു. അതേപോലെ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ ജമാഅത്ത് കൂടുന്നതിന്റെ വിഷയത്തിക്കര്. ഈ കാര്യത്തെ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരത്തിലേക്ക് ചൊന്നത് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു മദ്ഹബിയുടെ വിഷയത്തിലല്ല ഇത് അറിയൽപ്പെട്ട വിഷയ. അതുകൂടി ഞങ്ങൾ മനസ്സിലാക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മരിക്കുന്നോർത്തോളം ഞങ്ങൾ ഇബാദത്തിലെടുക്കണം. അല്ലാഹുവിന്റെ ദുആ എടുക്കണം. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ദ്വാർക്കണു. നല്ല ആരോഗ്യത്തെ ആഫിയത്ത് തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കണമെങ്കിൽ ആരോഗ്യം വേണം. അങ്ങനെ ഈ ആരോഗ്യമുള്ള സമയത്തിൽ 5 വക്ത നിസ്കാര അത് ഞങ്ങൾ മറന്നു പോണു. തീരാ നിന്റെ നിസ്കരി ദച്ച് നിസ്കരി തീരില്ലേ, ഐശ്വര്യ ഉൾക്കൊല്ലേ, പ്രയാസപ്പെട്ടേ, എന്നിട്ട് എനിക്ക് എങ്ങനെ സൗകര്യം ഉണ്ട് അങ്ങനെ നിസ്കരിക്കണു. നിസ്കാരം ബുടകില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരില്ല, എഞ്ചിനിക്കാവില്ല, 2 കാല് നിലത്തിൽ ഊടോ സാധ്യല്ല. ആ സമയത്തില് 2 സ്വഹാബത്തിൽ കുഞ്ഞു കൈവച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചത് ആ നേതാവായിട്ട് ഞങ്ങൾ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 5 വക്ത നിസ്കാര അല്ലേ ഞങ്ങൾക്ക് അല്ലാഹു എത്രല്ല നിഅമത്ത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഇവിടെ എന്തെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളമ്മ ഇതൊക്കെ അല്ലാഹുവിന്റെ പക്കൽ നിന്ന്. അതുകൊണ്ട് ആ അല്ലാഹു എടുക്കുന്ന ഇബാദത്തില് ഖുശൂ ഭയഭക്തി പാലിച്ചിട്ട് നല്ല മുവഹിദീൻ ആയിട്ട് ഇബാദത്ത് എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോടത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുക. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ നമ്മുടെ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അറിഞ്ഞിട്ടും അറിയാണ്ട് ഈ നേരത്തോളം കടന്നു വന്ന് എല്ലാ ചെറിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി എത്രമാ സത്യവിശ്വാസമാർന്നോറും അല്ലാഹു എല്ലാവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ കബർ അല്ലാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ കബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. കട കൊണ്ട് ബുദ്ധിമുട്ട് പണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് കടത്തെ ഹലാലായ രൂപത്തിൽ കൊടുത്തു വീടും. മരിക്കുന്ന നേരത്തേക്ക് കട ഇല്ലാണ്ട് മരണപ്പെട്ടു പോകുന്നു. അല്ലാഹു നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുന്ന അല്ലാഹുവേ. നാളെ ഒരു കൂട്ടം സ്വർഗത്ത് ഒരു കൂട്ടം നരകത്തേക്ക് കടന്നു പോകുമ്പോ ആ സ്വർഗത്തില് സുഖസമ്പൂർണമായി സ്വർഗത്ത് കടന്നു പോണ്ടേ യഥാർത്ഥ സത്യവിശ്വാസിമാരുടെ കൂട്ടത്തില് അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. അല്ലാഹുവേ ഭയാനകമായി കത്തരെ മാത്രമേ നമ്മൾ അനുഭവിക്കേ ആ ജഹന്നമിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരും കാത്ത് സലാമത്താക്കുന്ന അല്ലാഹുവേ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രമാ സഹോദരന്മാർ സഹോദരിമാർ മുസ്ലിം ചൊന്ത് പേരറിയൽപ്പെട്ടത് കൊണ്ട് ഇന്ത്യക്കും അന്യായമായിട്ട് ബന്ധനത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് പൂർണ്ണമായി ന്യായത്തെ കൊടുത്തിട്ട് ആ ബന്ധനത്തിൽ മുക്തായിട്ട് അങ്ങനെ കുടുംബത്തൊട്ടിക്ക് ഒട്ടിക്ക് ചേരുക. അല്ലാഹുവേ നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ അല്ലാഹു ഈ ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ എല്ലാ നമ്മുടെ പ്രയാസത്തിൽ അല്ലാഹു നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം. അല്ലാഹുവേ അല്ലാഹു ഞങ്ങളുടെ മക്കൾ
മക്കളെ സ്വാലിഹായ മക്കളാക്കാൻ അനുഗ്രഹിക്കണം അല്ലാഹുവേ. സീക്ക് കൊണ്ട് ക്യാൻസർ പോലത്തെ കിഡ്നി പോലത്തെ മാരകമായ സീക്ക് കൊണ്ട് പ്രയാസം നുമ്പലം വെച്ച് എല്ലാവർക്കും സാഫിയായി അല്ലാഹുവേ നിന്റെ കുദ്റത്ത് കൊണ്ട് നീ പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തെ അല്ലാഹുവേ നീ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.